ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയുമായിട്ടാണ്, ഇഞ്ചിക്കറി. അപ്പോൾ ട്രിവാൻഡ്രം സ്റ്റൈലിലെ ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറിക്ക് എന്തൊക്കെയാണ് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് വേണ്ടുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഇഞ്ചി എടുത്തിരിക്കുന്നത് ഒരു 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. അത് റൗണ്ടിനോ നീളത്തിനോ എങ്ങനെ വേണോ കട്ട് ചെയ്യാം, പക്ഷെ തിൻ സൈസിലായിരിക്കണം. കാരണം ഒരേ സൈസിലായിരിക്കണം അല്ല, എന്നാലേ ഫ്രൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. പച്ചമുളക് ഞാനിവിടെ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. കാരണം എരിവില്ലാത്ത പച്ചമുളകാണ്. അത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് എരിവാണെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതി. അതുപോലെ നമുക്ക് ഇനി ആവശ്യമുള്ളത് പുളിയാണ്. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിന് ഞാൻ പുളി ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് കുറച്ച് ശർക്കരയും കൂടി. അപ്പം ഇനി ആദ്യം നമുക്ക് ഈ ഇഞ്ചിയെ ഒന്ന് വറുത്തെടുക്കാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ ഇഞ്ചിക്കറി റെഡിയാക്കാൻ ഇതുപോലൊരു പാൻ എടുത്ത് വെച്ചിട്ട് പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓയിൽ നല്ലെണ്ണയാണ്. ജിഞ്ചലി ഓയിൽ അല്ലെങ്കിൽ സീസമി ഓയിൽ എന്നൊക്കെ പറയും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ നല്ലെണ്ണയാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇതുണ്ടാക്കാൻ. ഇപ്പം പാൻ ചൂടായിട്ട് ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3.5 ടേബിൾ സ്പൂണോളം അളവിനാണ് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഈ എണ്ണ ചൂടായി ഒന്ന് വരട്ടെ. ഈ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാതെ ചെയ്യാനാണ്. നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ഇഞ്ചി ഇതുപോലെ ഫ്രൈ ആയി വരുന്നുണ്ട്. അത് ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ ഓയിൽ ഇങ്ങനെ പതഞ്ഞു വരുന്നത്. ഈ ഒരു ടൈമിൽ ഫ്ലെയിം നമുക്ക് മീഡിയത്തിലാക്കാം. കാരണം ഹൈയിൽ കിടന്നാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് നല്ല രീതിയിൽ കുക്കായി തന്നെ ഗോൾഡൻ കളറായിട്ട് വരും. ഇപ്പം നമ്മുടെ ഇഞ്ചി നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിനെ കോരി മാറ്റാം. ഒരു സ്ട്രെയിനറിലോട്ട് നമുക്കിതിൽ കോരി മാറ്റാം. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ അങ്ങ് മാറി റെഡിയായും. ഒരു 2 മിനിറ്റ് മാറ്റി ഇങ്ങനെ വെളിയിലോട്ട് വെക്കുമ്പോൾ അതങ്ങ് നല്ല ക്രിസ്പി ഫോമിലോട്ട് വരും. ഇപ്പം ഞാൻ ആ ഒരു ഇഞ്ചി ഫുള്ള് ഞാനിതുപോലെ ഒരു സ്ട്രെയിനറിലോട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അത് തണുത്ത് വരും. ഈ ടൈമിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ പുളി, ഇതിനെ ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ അളന്നെടുത്തിട്ട് അതിലേക്ക് പിഴിഞ്ഞ് നമുക്ക് റെഡിയാക്കാം. ഇനി നമുക്ക് ഈ ഇഞ്ചി ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കിതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിനെ എടുത്തിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് അരച്ച പേസ്റ്റ് പോലെ ആവണമെന്ന് നിർബന്ധമല്ല. അങ്ങനെ ആക്കണമെന്നുള്ളവർ അങ്ങനെ ആക്കാം. നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒന്ന് പൊടിച്ചെടുക്കണം, അതിന് വേണ്ടിയാണ്. നമുക്കിതൊന്ന് പൊടിച്ചിട്ട് വരാം. ഇപ്പം ഇത് നന്നായിട്ട് ക്രഷ് ആയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണമെന്നില്ല. ഇതുപോലെ ക്രഷ് ചെയ്ത് ഇത് പൊടിയായിട്ടിരിക്കുകയാണ്. ഇപ്പം കാണാൻ പറ്റില്ലേ, ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇഞ്ചിക്കറി റെഡിയാക്കാം. അതിനായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന അതേ പാനിൽ തന്നെ പാൻ ചൂടാവുമ്പോഴേക്കും ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അത്രയും എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വാടി വരണം. ഇപ്പം നമ്മുടെ പച്ചമുളക് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. ഇത് എപ്പോഴും ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇനി നമുക്ക് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുമ്പോൾ ചൂട് എണ്ണയിലും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് അത് നല്ല രീതിയിൽ യോജിച്ച് വരും. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലാതെ ഒരുപാട് നേരമായിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. ഇപ്പം ഇതിൻ്റെ പച്ചമണം മാറി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1.5 കപ്പ് പുളിവെള്ളം ഞാൻ പിഴിഞ്ഞ് അരിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ഇനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര അതും കൂടി ഇപ്പം തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച്
വരണം. നല്ലതുപോലെ തിളയ്ക്കുന്നത് ഇപ്പം തന്നെ ഇത് തിളയ്ക്കും. പക്ഷെ ഒരു 3 മിനിറ്റ് ഇതിങ്ങനെ കിടന്ന് തിളയ്ക്കണം. അപ്പോൾ ആ ഒരു മസാലയും ഉപ്പും ശർക്കരയും എല്ലാം കൂടി ഒന്ന് ചേർന്ന് ആ വെള്ളം ഒന്ന് തിളച്ച് റെഡിയായി വരും. ഇപ്പം ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചൊരിച്ചിരി ഒന്നിങ്ങനെ വെള്ളം കുറഞ്ഞ് കുറുകുന്ന പോലെ വരും. ആ ടൈമിൽ നമുക്ക് ആ ഒരു ഇഞ്ചി ചേർത്ത് കൊടുക്കാം, നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന. ഇതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി ഇനി ഇതൊരു 4 മിനിറ്റെങ്കിലും കിടന്നിങ്ങനെ തിളച്ച് വറ്റി വരണം. വറ്റി വരുമ്പോൾ അതിങ്ങനെ കുറുകി വരും. ആ കുറുകി വരുന്ന ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെ ഇതിനെ ഒന്ന് തിളപ്പിക്കണം. ഇപ്പം ഇവിടെ നല്ലതുപോലെ ഒന്ന് കുറുകി വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് താളിക്കാനുള്ളത് റെഡിയാക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് പാൻ ചൂടാവുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇവിടെ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഇഞ്ചി ഫ്രൈ ചെയ്ത അതേ എണ്ണ തന്നെ. ഈ ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് 2 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് ഇതുകൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് കുറുകി വരുന്നുണ്ട്. ഇതിങ്ങനെ ഒരു 2 മിനിറ്റ് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തും കൂടി വെക്കുമ്പോൾ നല്ലതുപോലെ അങ്ങ് കുറുകി വരും. കുറുകി വന്നതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇത് ഇരുന്ന് കുറച്ച് കഴിയുമ്പോഴാണ് നല്ല രീതിയിലൊന്ന് കുറുകി വരുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇരിക്കും തോറും ഇത് ഇനിയും ഇങ്ങനെ കുറുകി കുറുകി വരും. അപ്പോൾ ഇതിനി ചൂടാറിയതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഞ്ചിക്കറി. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ ട്രിവാൻഡ്രം സ്റ്റൈൽ ഇഞ്ചിക്കറി. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ ഈ ചാനൽ കാണുന്നവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനി ഞാൻ ഓണം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ.